ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിന്നൂസ് കിച്ചൻ. അപ്പോൾ ഇന്നത്തേത് നമ്മുടെ പ്ലം കേക്കിന് വേണ്ടി തയ്യാറാക്കുന്ന ഗരം മസാലയും അതേപോലെ തന്നെ 2 ടൈപ്പ് ഫ്രൂട്ട് മിക്സും കേട്ടോ. അപ്പോൾ നമ്മൾ റമ്മൊന്നും ഉപയോഗിക്കാതെയാണ് ഈ ഫ്രൂട്ട് മിക്സ് രണ്ടും ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ റമ്മിൽ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ പോലും ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് രീതിയിലാണോ അതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അതിനുശേഷം വേണം കേക്ക് ഉണ്ടാക്കാനായിട്ട്. മാത്രമല്ല നമ്മുടെ സ്പെഷ്യൽ ഗരം മസാല ഉണ്ടല്ലോ, അതിൻ്റെ പ്രത്യേക മണവും അതേപോലെ തന്നെ ടേസ്റ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ ഗരം മസാല തയ്യാറാക്കിയിട്ട് വേണം ഉറപ്പായിട്ടും കേക്ക് ഉണ്ടാക്കാനായിട്ട്. എന്നാൽ മാത്രമേ ശരിക്കും നമ്മുടെ ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ കേക്ക് കിട്ടുള്ളൂ. അപ്പോൾ കണ്ടു നോക്കിയാലോ എങ്ങനെയാണെന്ന്. നമുക്കിപ്പോൾ ആദ്യം തന്നെ കേക്കിൻ്റെ സ്പെഷ്യൽ ഗരം മസാല ഒന്ന് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ഒരു 20 ഗ്രാമ്പും എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു ജാതിക്കയുടെ കുരു എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 10-13 ഏലക്കയും ഒരു 7-8 പട്ടയുടെ കഷ്ണം കൂടി എടുത്തിട്ടുണ്ട്. ഒരുപാട് വലിപ്പമുള്ളതൊന്നുമല്ല, അതായത് ഇതേപോലെ ചെറുതാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ വലിപ്പമുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു 4 മാത്രം മതിയാവും. അല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും മാത്രം മതി. അപ്പോൾ ഇത് ഞാൻ ചൂടാക്കാനൊന്നും വെക്കുന്നില്ല, അല്ലാതെ തന്നെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഗ്യാസിൽ വെച്ച് ചൂടാക്കുകയൊന്നും വേണ്ട, നല്ല വെയിലത്ത് ഇതെല്ലാം ഒന്ന് ചൂട് കയറുന്ന അത്രയും നേരം വെച്ചാൽ മതിയാവും. അപ്പോൾ നമ്മളിപ്പോൾ അതൊന്നും ചെയ്യാതെ നേരിട്ട് അങ്ങ് പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ പൊടിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ജാതിക്കയുടെ കുരു പതുക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്, ഒരുപാടങ്ങ് പൊടിച്ചിട്ടില്ല. നമ്മളിതെല്ലാം പൊടിക്കാൻ വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് മാറ്റുമ്പോൾ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാനായിട്ട് പാടില്ല. നല്ലപോലെ ഉണങ്ങിയ ഒരു മിക്സിയുടെ ജാറ് തന്നെ എടുക്കണം, എന്നാൽ മാത്രമേ നന്നായിട്ട് തന്നെ മസാല കിട്ടുള്ളൂ. ഇപ്പോൾ കണ്ടോ, ശരിക്കും നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമ്മുടെ മിക്സിയുടെ ജാറിൽ. ഇതിങ്ങ് പൊടിച്ചെടുക്കുമ്പോൾ തന്നെ നമ്മുടെ അടുക്കള നിറയെ ഒരു മണമായിരിക്കും കേട്ടോ. ഒരു പ്രത്യേക മണം തന്നെയാണ്. ശരിക്കും നമ്മുടെ കേക്കിൻ്റെ ഒരു മണം ഉണ്ടല്ലോ, അതാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗരം മസാല. ഏറ്റവും എളുപ്പത്തിൽ നല്ല സിമ്പിളായിട്ടും ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഗരം മസാലയാണ്. അപ്പോൾ ഉറപ്പായിട്ടും മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് വേണം കേക്ക് ഉണ്ടാക്കാനായിട്ട്. ഇനിയിപ്പോൾ ഇത് ചെയ്യേണ്ടത്, നന്നായിട്ട് ഒട്ടും തന്നെ വായു കിടക്കാത്ത, ഒട്ടും തന്നെ വെള്ളമൊന്നും ഇല്ലാതെ ഒരു പാത്രത്തിലിട്ട് അടച്ച് നമുക്ക് സൂക്ഷിക്കാവുന്നതേ ഉള്ളൂ. ഒരു 8 കേക്ക് വരെ നമുക്കിതാ ഈ ഗരം മസാലയിൽ നിന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അങ്ങനെ നമ്മുടെ ഗരം മസാലയോടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫ്രൂട്ട് മിക്സ് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം കേക്കിനായിട്ട്. അപ്പോൾ അതിനായിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഉണങ്ങിയ ഒരു ബൗൾ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 കപ്പ് മുന്തിരി എടുത്തിട്ടുണ്ട്. അപ്പോൾ കറുത്ത മുന്തിരിയും അതേപോലെ തന്നെ സാധാരണ 2 കളറുള്ള മുന്തിരിയും കൂടി മിക്സ് ചെയ്ത് കേട്ടോ. കറുത്ത മുന്തിരി വേണം കുറച്ച് അധികം തന്നെ എടുക്കാനായിട്ട്, അതായിരിക്കും കേക്കിന് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് കൊടുക്കുന്നത്. ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ ഈന്തപ്പഴം ഉണ്ടല്ലോ, അതാണ് എടുത്തിരിക്കുന്നത്. ഈന്തപ്പഴത്തിൻ്റെ കണക്കെന്ന് പറഞ്ഞാൽ ഒരു 2-3 ടേബിൾ സ്പൂൺ അത്രയും മാത്രം മതി. ഇനി വേണ്ടത് മിക്സഡ് കളർ ടൂട്ടി ഫ്രൂട്ടിയാണ്, ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതൊന്നും ഒരുപാട് ചേർക്കേണ്ട, ഒരു 1/4 കപ്പ് അല്ലെങ്കിൽ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് അത്രയേ ഉള്ളൂ. കറക്റ്റായിട്ട് ഒരളവൊന്നുമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ചെറിയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ചെറി എടുക്കുമ്പോൾ ഇതേപോലെ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് വേണം ചെറി എടുക്കാനായിട്ട്. തീരെ അങ്ങ് ചെറുതാക്കരുത്. ഒരു വലിയ ചെറിയാണെന്നുണ്ടെങ്കിൽ ഒരു 4 പീസായിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതിനകത്തേക്ക് കാഷ്നട്ടും അതേപോലെ തന്നെ ബദാം പിസ്തയൊന്നും ചേർക്കുന്നില്ല. അതൊക്കെ ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ഈ ഫ്രൂട്ട്സിലേക്ക് ജ്യൂസാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് കിട്ടുമെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഞാനിപ്പോൾ ഇവിടെ ഇതേപോലെ മിക്സഡ് ഫ്രൂട്ട് ജ്യൂസായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം 1 കപ്പിൻ്റെ അടുത്ത്, 1 കപ്പ് നിറച്ച് നമ്മൾ എടുക്കുന്നില്ല. ഈ ഫ്രൂട്ട്സൊക്കെയും ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ളത് മാത്രം എടുത്താൽ മതിയോ. കണ്ടോ, 1 കപ്പ് എടുത്തതിൽ നിന്ന് കുറച്ച് മാത്രമേ നമ്മൾ ഒഴിച്ചിട്ടുള്ളൂ. ഏകദേശം ഒരു 3/4 കപ്പ് അത്രയും മതി. നമ്മളിത് മിക്സ് ചെയ്ത് നോക്കുമ്പോൾ എല്ലാം ഒപ്പത്തിന് ഒരേ ലെവലിൽ വേണം നിൽക്കാനായിട്ട്. അതാണ് ഇതിൻ്റെ കറക്റ്റുള്ള കണക്കെന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാടങ്ങ് മുങ്ങിക്കിടക്കൊന്നും വേണ്ട, എന്നാൽ ഒട്ടും ഇല്ലാതെ ഇരിക്കരുത്. എല്ലാം കൂടി നമ്മുടെ മിക്സഡ് ഫ്രൂട്ട്സും അതേപോലെ തന്നെ ജ്യൂസും എല്ലാം ഒരേ ലെവലിൽ നിൽക്കാൻ പാകത്തിന് വേണം ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. ഞാനിവിടെ നമ്മുടെ ഫ്രിഡ്ജിൽ ഒരു ദിവസം മുഴുവൻ സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോഴായിരിക്കും നല്ലപോലെ തന്നെ ശരിക്കും ഒന്ന് സോക്കായിട്ട് വരുന്നത്. അപ്പോൾ ഇതേപോലെ ഒന്ന് അടച്ച് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു ഡേ സൂക്ഷിച്ച് വയ്ക്കാം. നമ്മളിപ്പോൾ വൈകുന്നേരമാണ് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുന്നതെങ്കിൽ രാവിലെ തന്നെ ഇതങ്ങ് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സോക്ക് ചെയ്യാനായിട്ട് വെച്ചാൽ മാത്രം മതിയാവും. അതിനുശേഷം എപ്പോഴാണോ കേക്ക് ഉണ്ടാക്കുന്നത് അത് എടുത്തിട്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു ടൈപ്പ് ഫ്രൂട്ട് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ, നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാം. ഇനിയിപ്പോൾ നമ്മുടെ കേക്കിന് വേറൊരു ടൈപ്പ് ഫ്രൂട്ട് മിക്സും കൂടി ഒന്ന് തയ്യാറാക്കി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ജ്യൂസൊന്നും ഉപയോഗിക്കാത്തവർക്ക് ഇതേപോലെ പഞ്ചസാര ഉപയോഗിച്ചിട്ട് ഒന്ന് സോക്ക് ചെയ്ത് വയ്ക്കാം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഞാനിവിടെ ചൂടായ ഒരു പാനിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൊടിക്കാത്ത പഞ്ചസാര കേട്ടോ, 1/2 കപ്പാണ്. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒന്ന് ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ തന്നെ ഇത് നമുക്കൊന്ന് ക്യാരമൽ ചെയ്തെടുക്കാം. അപ്പോൾ ഗ്യാസ് ഒരുപാട് കൂട്ടി വെക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ മാത്രം വെച്ചാൽ മതി. കൈയെടുക്കാതെ തന്നെ ഇളക്കണേ. അപ്പോൾ നമ്മുടെ ഈ പഞ്ചസാര ശരിക്കും ഒന്ന് കളറ് മാറി നല്ലപോലെ ഒന്ന് ഉരുകി ക്യാരമലായി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കണ്ടോ, അപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ ഒന്ന് ഉരുകി പതുക്കെ കളറൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇതല്ല നമ്മുടെ ശരിക്കുള്ള കളർ, കുറച്ചും കൂടി നല്ല ഡാർക്കായിട്ട് വേണം കിട്ടാനായിട്ട്. എന്നാൽ ഇത് ഗ്യാസ് ഒരുപാട് കൂട്ടി വെക്കരുത് കേട്ടോ, പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോയി കരിമണം കയറി വരും. കണ്ടോ, അപ്പോൾ നന്നായിട്ടൊന്ന് ഉരുകി കുറച്ചും കൂടി ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട്. ഇതുപോലെ കുറച്ചും കൂടി ഒന്ന് ഡാർക്കായിട്ട് വരണം.
ഇതിപ്പോൾ നല്ല പോലെ തന്നെ വന്നിട്ടുണ്ട്. കണ്ടോ, ശരിക്കും ഉരുകി നന്നായിട്ട് കളറൊക്കെ ഒന്ന് മാറി കുറച്ചൊന്ന് ഡാർക്കായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ പഞ്ചസാര ഈ കളറിലായിട്ട് വരുമ്പോൾ ചെറിയൊരു പത വരാനായിട്ട് തുടങ്ങും. അപ്പോൾ ഗ്യാസ് ഏറ്റവും ലോ ഫ്ലെയിമിലാക്കി വെച്ചുകൊണ്ട് 1 കപ്പ് തിളച്ച വെള്ളം വേണം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ 1/2 കപ്പ് പഞ്ചസാര എടുക്കുമ്പോൾ 1 കപ്പ് തിളച്ച വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. നമ്മളിപ്പോൾ ഒരുമിച്ച് തിളച്ച വെള്ളം ഒറ്റയടിക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ മുഖത്തേക്കൊക്കെ പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് കുറച്ചായിട്ട് സൂക്ഷിച്ച് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. കണ്ടോ, ഇപ്പോൾ ചെറിയൊരു കട്ട പോലെയുണ്ട്. അത് നന്നായിട്ട് തിളച്ച് പതുക്കെ ഒന്ന് അലന്ന് വന്നോളൂ. അങ്ങനെ നമ്മുടെ പഞ്ചസാരയും വെള്ളവും നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഗ്യാസ് ഏറ്റവും ലോ ഫ്ലെയിമിലായിക്കൊണ്ട് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം എടുത്ത് അത്രയും തന്നെ ഫ്രൂട്ട്സ് ചേർക്കുന്നുണ്ട്. 1/2 കപ്പ് മുന്തിരി 2 കളറും കൂടി മിക്സ് ചെയ്തതാണ്. കൂടെ തന്നെ ചെറിയും അതേപോലെ തന്നെ ഈന്തപ്പഴം ചെറുതായിട്ട് ചോപ്പ് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് ട്യൂട്ടി ഫ്രൂട്ടിയും അതേപോലെ തന്നെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറുതായിട്ട് കട്ട് ചെയ്ത് നമ്മുടെ ബദാമും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബദാം ഈ സമയം ചേർക്കണമെന്നില്ല, നമ്മുടെ കാഷ്നട്ട് ചേർക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റ് ചേർത്താലും മതിയാവും. ഞാനപ്പോൾ ഇതിൻ്റെ കൂടെ അങ്ങ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് ശരിക്കും ഒന്ന് കുറുകി വറ്റി വരണം. അപ്പോഴായിരിക്കും നമ്മുടെ ഈ ഫ്രൂട്ട്സിലേക്ക്, നമ്മുടെ ചേർത്ത് കൊടുത്തിരിക്കുന്ന എല്ലാ ഡ്രൈ ഫ്രൂട്ട്സിലേക്കും ആ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു വരിക. കണ്ടതാ, ശരിക്കും ഒന്ന് തിളച്ചൊന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ഗരം മസാല ഉണ്ടല്ലോ, അതിൽ നിന്ന് 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ നമ്മുടെ ഈ മിക്സിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഗരം മസാലയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുമ്പോഴാണ് ശരിക്കും നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് നല്ല രീതിയിൽ ഗരം മസാലയുടെ മണവും അതേപോലെ തന്നെ നമ്മുടെ ഈ പഞ്ചസാര കാരമലൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് പിടിച്ച് നല്ല സെറ്റായിട്ട് നമുക്ക് കിട്ടുന്നത്. കണ്ടോ, ഇപ്പോൾ ശരിക്കും ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ശരിക്കും ഒരു കേക്കിൻ്റെ കളറിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. ഇനി ശരിക്കും തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുകിക്കോളൂ കേട്ടോ. അപ്പോൾ ഇത് മതിയാവും. ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. കണ്ടത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം എത്രത്തോളം നല്ല ടേസ്റ്റി ആയിട്ടായിരിക്കും നമുക്കിപ്പോൾ കിട്ടുന്നതെന്ന്. ഇതിലേക്ക് ഏറ്റവും ലാസ്റ്റായിട്ട് ഒരു 1/2 ടീസ്പൂൺ മുതൽ 3/4 ടീസ്പൂൺ വരെ നമ്മുടെ ഫ്രൂട്ട് ജാമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷനിലാണ്, കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഒരു പ്രത്യേക ടേസ്റ്റിൽ തന്നെ നമ്മുടെ കേക്ക് കിട്ടും. അപ്പോൾ ചൂടൊന്നും മാറേണ്ട, ഒരു ചെറു ചൂടി തന്നെ അങ്ങ് ചേർത്ത് കൊടുത്ത് മിക്സ് ആക്കിയാൽ മതിയാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ രണ്ടാമത്തെ ടൈപ്പും ഫ്രൂട്ട് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട് ജ്യൂസിൽ ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് ഇങ്ങനെയും നമ്മുടെ പഞ്ചസാര ഉപയോഗിച്ചിട്ടാണെങ്കിലും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കണ്ടോ, തണുത്ത് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകി വന്നിരിക്കുന്നത് കണ്ടോ. ഇതേപോലെ നന്നായിട്ട് കുറുകി ശരിക്കും തിക്കായിട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ടേസ്റ്റ് ആട്ടോ. ആ മധുരവും അതേപോലെ തന്നെ ഗരം മസാലയുടെ ടേസ്റ്റും നമ്മുടെ ഫ്രൂട്ട് ജാമിൻ്റെ ടേസ്റ്റും കൂടിയൊക്കെ ചെല്ലുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇരിക്കുന്നത്. ഇത് തന്നെ നമ്മളിങ്ങനെ വെറുതെ കഴിച്ചുകൊണ്ടിരിക്കും, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ പറയുന്നുണ്ടല്ലോ ഇതിൻ്റെ ടേസ്റ്റ് എന്തായിരിക്കും എന്നുള്ളത്. അപ്പോൾ നമ്മൾ കേക്ക് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കണ്ടു നോക്കുക. അപ്പോൾ നമ്മുടെ ഗരം മസാലയും അതേപോലെ തന്നെ 2 ടൈപ്പുള്ള ഫ്രൂട്ട് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏതാണോ താല്പര്യം അതേപോലെ തന്നെ ചെയ്ത് നോക്കുക കേട്ടോ. കമൻസൊക്കെ ആണെങ്കിലും മറക്കാതെ അറിയിക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. റെസിപ്പിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലേക്ക് ഷെയറും കൂടി ചെയ്യാനായിട്ട് മറക്കരുത്. അതേപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെയും കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലുള്ള പുതിയ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.